സംഘടനാ തീരുമാനം അനുസരിച്ച് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാര് നേരിട്ട് പോയി അന്ന് EMS-നെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം 15 ദിവസം കൊണ്ട് ജയിലിന് പുറത്തു വന്നു, മറ്റാരും വന്നില്ല. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ വിവാദങ്ങളുണ്ട്. അദ്ദേഹം മാപ്പെഴുതി കൊടുത്തു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിലേക്കൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന് ഭാരതീയ ജനസംഘത്തിന്റെ ഡൽഹിയിലുള്ള അഖിലേന്ത്യാ നേതാക്കന്മാര് ശ്രീ രാമൻപിള്ളയോട് ചേർന്ന് ഒരുമിച്ച് പോയി EMS-നെ നേരിട്ട് കണ്ടു. നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. കേരളത്തിൽ ഞങ്ങളുടെ ആളുകൾ RSS-ന്റെയും ജനസംഘത്തിന്റെ ആളുകൾ സത്യാഗ്രഹം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് അവരോട് പറഞ്ഞതാണ്. പക്ഷെ അന്ന് വളരെ വ്യക്തമായി EMS പറഞ്ഞു, ഞങ്ങൾ ഈ സമരത്തിലില്ല, ഞങ്ങൾ ബോണസ് 4% കുറച്ചുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരത്തിനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരത്തിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും യോജിക്കാതെ മാറി നിന്നു. പക്ഷേ ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ RSS, ജനസംഘം തുടങ്ങിയ സംഘടനകളും കുറെ സർവോദയ സംഘത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെ ചേർന്ന് ലോക സംഘർഷ സമിതിയുടെ തീരുമാനപ്രകാരം 75 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കേവലം 5 മാസം കൊണ്ട് നവംബർ മാസം മുതൽ, അതായത് 75 നവംബർ മാസം 14-ാം തീയതി മുതൽ 76 ജനുവരി മാസം 14-ാം തീയതി വരെയുള്ള 2 മാസക്കാലം രാജ്യവ്യാപകമായി ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു. അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കി. ആ സത്യാഗ്രഹ സമരം നടത്തുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ സത്യാഗ്രഹ സമരത്തിൽ സർവോദയ സംഘത്തിന്റെ ആളുകളും RSS-ന്റെ സ്വയം സേവകന്മാരും ജനസംഘത്തിന്റെ ആളുകളും എല്ലാവരും മാത്രമാണ് കേരളത്തിൽ പങ്കെടുത്തത്. മറ്റാരും തന്നെ അതിനകത്ത് പ്രത്യക്ഷ സമരത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.